ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS4 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ആ രീതിയിലാണ് ജനറലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ബ്രേക്ക് ലൈനർ ഓൾറെഡി ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്കും അത്യാവശ്യമായിട്ട് ഫ്രണ്ട് ബ്രേക്കും ആവറേജ് അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ കിടക്കണേ. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ലൈനർ നമുക്ക് മാറ്റേണ്ടതാണ്. ബാക്കിലത്തെ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും. കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബ്രേക്ക് ലൈനർ തന്നെയാണ്. അപ്പോൾ നമുക്കത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ തീരെ മോശമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ഫിൽറ്ററാണ്. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ കിടക്കണം കേട്ടോ, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ മറ്റേ വേറെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയണം. അതേപോലെ ക്ലച്ച് ഗ്രീസിങ്, CVT ക്ലച്ചാണല്ലോ നമുക്ക് സ്കൂട്ടർ മോഡൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഗ്രീസിങ് ഒക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ആരംഭമാണ്. അപ്പോൾ തുടക്കം തന്നെ കാണുന്നത് കൊണ്ട് നമുക്ക് കൈയോടെ നമുക്കത് മാറ്റിയിടാം. കാരണം ഈ സൈഡിലേക്ക് ഓയിൽ വരാൻ പാടില്ല. കാരണം ഈ സൈഡ് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഓയിലിൻ്റെ പ്രസൻസ് ഈ സൈഡിൽ നമുക്ക് വരാൻ പാടില്ല. പിന്നെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ പിന്ന് കാര്യങ്ങളൊക്കെയാണത്. തേയ്മാനം ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില ഭാഗങ്ങൾ ഇച്ചിരി ഡീപ്പായിട്ട് തേയ്മാനമുണ്ട്. പക്ഷേ ഏകദേശം 50,000 കിലോമീറ്ററോളം ആയി വണ്ടി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയ കൂടുതലൊന്നും പറയാനില്ല. ഇത് കറക്റ്റായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മെയിനായിട്ടുള്ള വേറെ കംപ്ലയിൻസുകളൊന്നുമില്ല. ഇതെൻ്റെ സെൽഫിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല കേട്ടോ. ഇത് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു പാർട്ടാണ് CVT ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ക്ലച്ച് ഷൂ എന്ന യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം അതിൻ്റെ റോളർ പിന്ന് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് മൂവിങ് പാർട്സ് കൂടുതലുള്ളൊരു യൂണിറ്റാണത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിവിടെ ഈ ചുമന്ന കളറിലാണ് തുരുമ്പിൻ്റെ ഒരു പ്രസൻസാണ്. അത് നമ്മളപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ അഴിച്ച് നോക്കും. ആവശ്യമാണ് ഇത്. എല്ലാ സർവീസിലും അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കുമ്പോൾ വർക്കിങ്ങിൽ ടൈറ്റോ ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് തുരുമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് തുരുമ്പിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു ഐറ്റമാണത്. അതായത് ഒരു 10,000 കിലോമീറ്ററിലെങ്കിലും നോക്കണം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തന്നെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളത് എല്ലാ സർവീസിലും നോക്കണമുണ്ട്. ആവശ്യമുള്ള സർവീസിൽ നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ഇത് വേറെയാണ്. സ്കൂട്ടർ മോഡൽ വണ്ടിയിൽ എഞ്ചിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ ഭാഗങ്ങൾ വേറെ, ക്ലച്ചിൻ്റെ ഭാഗം വേറെ, ഗിയർ ട്രാൻസ്മിഷൻ വേറെ, അങ്ങനെ വേറെ യൂണിറ്റ് ആയിട്ടാണ് തന്നെ. അപ്പോൾ ഇതിനകത്ത് വന്നത് നമുക്ക് 120 മില്ലി ഓയിലാണ് ശരിക്കും ഗിയർ ബോക്സിൽ വരാം. ഇവിടെ ശരിക്കും ചെറിയൊരു ഓയിലിൻ്റെ നനവ് കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ്. പക്ഷേ മേജറായിട്ടുള്ളൊരു ഇതിനകത്തേക്കൊന്നും ആയിട്ടില്ല, ചെറിയൊരു നനവായിട്ടുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്യണതുകൊണ്ട് തന്നെ അടുത്ത സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കൂടുതലോ അല്ലെങ്കിൽ ഓയിൽ ലീക്കേജ് കൂടുതലുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പം നമ്മളതിൻ്റെ ഗിയറിൻ്റെ ഓയിലിൽ കാര്യങ്ങളൊക്കെ നോക്കി കുറവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യും. ഇപ്പം നമുക്കത് അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഴിക്കുമ്പോൾ ഗിയർ ബോക്സ് അഴിച്ച് റിപ്പയർ ചെയ്യണതിന് മാത്രം ഏകദേശം നമുക്ക് 900 രൂപ 950 രൂപയോളം നമുക്ക് കോസ്റ്റ് വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം അത് അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണമുണ്ട്. ബെൽറ്റ് നോക്കുമ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ ഹോണ്ടയുടെ ബെൽറ്റാണ് കിടക്കുന്നത്, ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. സെൻട്രൽ പോർഷനിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. പക്ഷെ എന്ത് രീതി നമുക്ക് ഓടിക്കാം, പ്രശ്നമില്ല. കാരണം ഡീപ്പായിട്ടുള്ള പൊട്ടലുകളൊന്നും തന്നെ കാണുന്നില്ല, വലിയ കാര്യമായിട്ടുള്ള പൊട്ടലുകളില്ല. ചെറിയ സൈഡിലൊക്കെ ചെറുതായിട്ടുള്ള പൊട്ടലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കറക്റ്റ് സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സർവീസിലേക്ക് മാറ്റിയാൽ മതി. അടുത്ത സർവീസ് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് നോക്കും. കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കംപ്ലയിൻസ് കൂടുതലായിട്ട് കാണുന്നെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്തോളാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ഈ ചോക്ക്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ആ സൈഡൊന്ന് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടിടാം. തീരെ മോശമൊന്നും പറയാറായിട്ടില്ല. ആക്സിലേറ്റർ കേബിളാണെങ്കിലും പുതിയ കേബിളാണ്, സ്മൂത്താണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. മഴയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ മൂവ്മെൻ്റുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ക്യാമൊക്കെ അഴിച്ച് അതിൻ്റെ ക്യാമ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ്. തന്നെയല്ല നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും മാക്സിമം ഓടി എത്തിയാനാണ്. കാരണം അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു മില്ലിങ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചിട്ട് നമുക്ക് കയറ്റിയിടാം. പക്ഷേ ബാക്കിലത്തെ നമുക്ക് എന്തെങ്കിലും മാറ്റണം കേട്ടോ. ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്.
പിന്നെ ഫ്രണ്ട് സൈഡ് നമുക്കൊരു ചെറിയ ഷെയ്ക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഫൈബർ ബോഡിയാണ്. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ചെറിയൊരു ഷെയ്ക്കിങ് ഉണ്ടാവും, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. കാരണം ഇതൊക്കെ ഓരോരോ പാർട്സുകളാണ്. അതൊക്കെ വന്ന് ജോയിൻ്റായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. എൻജിൻ്റെ RPM അനുസരിച്ചിട്ട് ചെറിയൊരു വൈബ്രേഷൻ എങ്ങനെ നോക്കിയാലും ഈ ഭാഗങ്ങളിലുണ്ടാവും. ഇവിടെ മാത്രമല്ല, ബാക്ക് സൈഡിൽ. അത് കാര്യമായിട്ടുള്ള കേസൊന്നുമില്ല. അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചെറിയ എന്തെങ്കിലും റബ്ബറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഫൈബർ ബോഡിയുള്ള വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഇതൊരു മേജറായിട്ടുള്ളൊരു പ്രശ്നമൊന്നും നമ്മുടെ വണ്ടിക്കില്ല, ഈ വണ്ടിക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനാണ്. ബാറ്ററി നമുക്ക് ഓൾറെഡി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ സർവീസിലും നമ്മൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവാം. വണ്ടി നമ്മളിപ്പോൾ കയറ്റാൻ നേരത്ത് സെൽഫ് അടിക്കുമ്പോൾ ചെറിയൊരു ടൈമിൽ അത് കാണിച്ചായിരുന്നു സെൽഫ് എടുക്കാനായിട്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.56 വരെ വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് വരും. അത് കാണുമ്പോൾ ഓക്കെ ബാറ്ററി ആണെന്നുള്ള ദിവസം മനസ്സിലാക്കാം. വേറെ ഒന്നുമില്ല. കിക്കർ അടിച്ച വണ്ടി സ്റ്റാർട്ടാവും. കിക്കറൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തുന്നുണ്ട്. പിന്നെ പ്ലഗ് നമ്മൾ എയർ ഫിൽട്ടർ കൂടുതൽ മാറ്റിയേക്കണതായിരിക്കണം. കാരണം വലിയ പഴക്കമൊന്നും തോന്നണമെന്നില്ല. എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കൂടുതൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു ഐറ്റമാണത്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കിയായിരുന്നു. ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓയിൽ കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 5000 കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓയിൽ മാറ്റണതാണ് ഏറ്റവും ബെറ്റർ. ഒരല്പം കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാൽ ഓയിൽ മാറ്റി പോകണമെന്ന് ഏറ്റവും നല്ലത്. പരമാവധി ഒരു ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ 3000 കിലോമീറ്റർ കൂടുതൽ ഓടിക്കാതിരിക്കുക. എൻജിൻ ലൈഫ് അത്രയും കൂടുതൽ കിട്ടും. തന്നെയല്ല, നമുക്ക് ഇതിൻ്റെ ചെറിയ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ്ങിൻ്റെ ചെറിയൊരു നോയ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡീകാർബണൈസിങ് ഹെഡിൽ കരി കൂടുന്ന കംപ്ലൈൻറ്റ്. കാരണം ഈ പ്ലഗിൽ നോക്കുമ്പോൾ അറിയാം ചെറിയൊരു കാർബൺ കണ്ടൻറ്റ് ഉണ്ട്, ഒരല്പം കൂടുതലായിട്ട് കേട്ടോ. അത് ഈ ഹെഡിനകത്ത് വരുന്ന കാർബൺ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയാണ് ചെയ്യുക. നമ്മളത് അഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്ത് കയറ്റാനായിട്ട്. അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് സാധാരണഗതിയിൽ ഒരു 30,000 കിലോമീറ്ററിലൊക്കെയാണ് ചെയ്യേണ്ടി വരാറ്. ചില വണ്ടിയിൽ കുറച്ച് നേരത്തെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പം കാണിക്കാറില്ല. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട വർക്കുകളാണ്. അത് നമുക്ക് നിലവിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി കാണുമ്പോൾ നമുക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട വർക്കുകൾ. അപ്പോൾ ഞാൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. പിന്നെ ഈ ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് വണ്ടിക്ക് ഒരു പാളിച്ച കിട്ടുന്നുണ്ട് കേട്ടോ. അത് മേജറായിട്ടൊരു പ്രോബ്ലത്തിലേക്ക് ആയിട്ടൊന്നുമില്ല, ഞാനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സർവീസ് സംബന്ധമായിട്ടുള്ള ചെയ്യേണ്ട വർക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം.